സുസ്ഥിര വികസനത്തിനും കാര്യക്ഷമമായ നഗരചലനത്തിനും വേണ്ടിയുള്ള നമ്മുടെ കൂട്ടായ യാത്രയിൽ കേരളത്തിൽ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു സുപ്രധാന അനിവാര്യതയാണ്. കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക വിസ്മയവും വളർന്നുവരുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കുമുള്ളതിനാൽ ശക്തമായ ഒരു പൊതുഗതാഗത സംവിധാനം ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുക മാത്രമല്ല പരിസ്ഥിതി നാശം കുറയ്ക്കുകയും ചെയ്യുന്നു. 2023 മെയ് മാസത്തിൽ നിലവിൽ വന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ആക്ട് അഥവാ AITP ഒരു വാഗ്ദാന മാർഗമായി ഉയർന്നു വരുന്നു. AITP കേരളത്തിൻ്റെ സാമ്പത്തിക സാധ്യതകൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല പൊതുഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. AITP ആക്ട് നിലവിൽ വന്നപ്പോൾ തന്നെ കേരളത്തിൽ അത് ഒരുപാട് വിവാദങ്ങൾക്ക് വഴിതിരിച്ചിരുന്നു. ഈ വിവാദങ്ങളുടെ മുൻനിരയിലായിരുന്നു റോബിൻ എന്ന ബസ്സും കേരള സർക്കാരും കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പും. AITP ആക്ട് കേരളത്തിൽ ഇത്രയധികം വിവാദമാവാനുള്ള കാരണം തന്നെ AITP ആക്ട് കേരളത്തിലെ പ്രധാന പൊതുഗതാഗത സംവിധാനമായ KSRTCക്കും കേരളത്തിൽ നിലവിലുള്ള മറ്റ് പ്രൈവറ്റ് ബസ്സുകൾക്കും ഒരു ഭീഷണിയായി തീരും എന്നുള്ളൊരു വാദമായിരുന്നു. കേരളത്തിൽ നിലവിലുള്ള പൊതുഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു വ്യക്തതയുള്ള പൊതുഗതാഗത സംവിധാനമാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. AITP ഇങ്ങനെയൊരു പൊതുഗതാഗത സംവിധാനത്തിനെ വഴിതിരിക്കുമോ? AITP നിലവിൽ വന്നതുകൊണ്ട് ബാക്കിയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ താറുമാറാകുമോ? AITPക്ക് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തുള്ള ഭാവി എന്താണ്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് അവ്യക്തതകളും നമ്മുടെ മുന്നിലുണ്ട്. ഇങ്ങനെയുള്ള അനേകം അനിശ്ചിതത്വങ്ങൾക്കും അവ്യക്തതകൾക്കും ഒരു വ്യക്തത നൽകാൻ വേണ്ടിയാണ് സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച് ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് ഇന്നിവിടെ വേദി ഒരുക്കിയിരിക്കുന്നത്. ഇതിനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് റിട്ടയർഡ് ഡെപ്യൂട്ടി സീനിയർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ BJ ആന്റണി സാറാണ്. സർ നമസ്കാരം. സർ എനിക്ക് തോന്നുന്നത് നമ്മൾ AITP എന്ന വിഷയം ഒരുപാട് നാളായി ഇപ്പൊ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഇന്നും AITPയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് ഇപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പൊതുഗതാഗതത്തെ പറ്റി പറയുവാണെങ്കിൽ 36,000-ഓളം ഉണ്ടായിരുന്ന പ്രൈവറ്റ് ബസ്സുകളും അത് 7,000-ഓളം കുറഞ്ഞൊരവസ്ഥയും 5,000-നോടടുപ്പിച്ച് മാത്രമുള്ള KSRTCയും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പൊതുഗതാഗതമാണ് നമുക്ക് ഇന്നുള്ളത്. അപ്പം AITP വന്നതുകൊണ്ട് ഇതിലേക്ക് നമ്മൾക്ക് എന്തെങ്കിലും ഒരു അഡീഷൻ സംഭവിക്കുമോ? AITP എന്താണ് ഇങ്ങനൊരു നമ്മുടെ കേരളത്തിലെ ഇന്ന് നിലവിലുള്ള ഒരു പൊതുഗതാഗത സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്? ശരിയാണ്. AITP 2023 എന്ന് പറയുന്ന AITP റൂൾസ് അത് വളരെയധികം അതിന്റെ മുൻകാലത്തുള്ള ചട്ടങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യാസമുള്ള ഒരു രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഗവൺമെന്റിന്റെ, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം വ്യക്തമാക്കുന്ന ഒരു റൂളാണ് അതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നിലവിലെ നയങ്ങള് അല്ലെങ്കിൽ സംസ്ഥാന നയങ്ങള് അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന നയങ്ങളെല്ലാം ഈ പൊതുഗതാഗത സംവിധാനത്തിന് പലപ്പോഴും സഹായകരമല്ലാത്ത രീതിയിലുള്ള പല ചട്ടങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായിരുന്നു. അപ്പൊ AITP 2023 വളരെ വ്യക്തമായ ചില സൂചന കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമിറ്റ് രാജ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് അല്ലെ RTOയും ബന്ധപ്പെട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും പെർമിറ്റ് എടുക്കണം. അപ്പൊ പെർമിറ്റ് എടുക്കാനുള്ള നൂലാമാലകള് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇത് പരമാവധി കുറക്കുക, ജനങ്ങൾക്ക് സീംലെസ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ യാതൊരു തടസ്സവുമില്ലാതെ രാജ്യത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, ചെക്ക് പോസ്റ്റുകളിൽ വാഹനം പിടിച്ചിട്ട് സമയനഷ്ടം ഉണ്ടാക്കുന്ന പ്രക്രിയകളൊക്കെ ഒഴിവാക്കുക, പിന്നെ ഒരാള് അവിടെ ചെല്ലാതെ തന്നെ ഓൺലൈനായിട്ട് ഈ പെർമിറ്റുകളൊക്കെ വിതരണം ചെയ്യുക. ഇങ്ങനെ ഓൺലൈനായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അഴിമതികൾ കുറക്കാൻ പറ്റും. അങ്ങനെയുള്ള ജനങ്ങൾക്ക് ആ അഴിമതി ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് AITP 2023 എന്ന് പറയുന്ന ചട്ടങ്ങള് കേന്ദ്ര ഗവൺമെന്റ് വളരെ വ്യക്തമായ രീതിയിൽ അതിന്റെ കാര്യക്രമങ്ങളെല്ലാം പരിപാലിച്ചുകൊണ്ട് ആദ്യം അതിന് ഡ്രാഫ്റ്റ് അയക്കുകയും ആ ഡ്രാഫ്റ്റില് ആളുകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് ഒബ്ജക്ഷൻസോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളോ പറയാനും അത് പരിഗണിക്കാനുള്ള അവസരം കൊടുക്കുകയും അവസാനം അത് കഴിഞ്ഞ ഏപ്രിൽ മാസം അത് പ്രാബല്യത്തിൽ വരികയും അത് മെയ് മാസം 1-ാം തീയതി മുതൽ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിൽ വരുത്തണമെന്ന്
കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുകയും അങ്ങനെ നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ചട്ടവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആയതുകൊണ്ട് പരിവാഹൻ എന്ന് പറയുന്ന നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ അല്ലെ NIC-യുടെ സോഫ്റ്റ്വെയറിൽ ആണ് ഈ പെർമിറ്റ് ഇഷ്യൂയുടെ നടപടിക്രമങ്ങളെല്ലാം ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിലുള്ള ടാക്സ് ഒക്കെ അടച്ച വണ്ടിയുടെ ആപ്ലിക്കേഷനാണ് കിട്ടുന്നതെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി അതിൽ തീരുമാനമെടുക്കണം. തീരുമാനം 7 ദിവസത്തിനുള്ളിൽ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് പെർമിറ്റ് കൊടുക്കും. അപ്പൊ ഇങ്ങനെയുള്ള വളരെ ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ചട്ടമാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റ് 2023 എന്ന് പറയുന്ന ചട്ടം. സാർ, ഇപ്പം സാറ് പറഞ്ഞതുപോലെ ATPയുടെ ഏറ്റവും വലിയൊരു ഗുണം, ATPയുടെ ഒരു ഗുണത്തെ പറ്റി പറയുന്നതിന് മുമ്പിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ബസ് പെർമിറ്റ് നമ്മൾ പുതുതായി ഒരു സാധാരണ ബസ് പെർമിറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുമ്പോൾ അതിലെ ഏറ്റവും ദുർഘടമായ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ ഈ പെർമിറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സാണ്. അപ്പൊ സാർ ഇപ്പൊ പറഞ്ഞതുപോലെ ATPയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇത് ഓൺലൈനായിട്ട് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സാർ, അപ്പം അങ്ങനെ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നത് കൊണ്ടായിരിക്കുമോ ATP ഇങ്ങനെ ഒരു വിവാദമായതെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ATP വിവാദമായത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലും ഈ പെർമിറ്റ് സാധാരണ ഒരു വണ്ടിയുടെ പെർമിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഗാരേജ് എന്ന് നമ്മൾ പറയുന്ന സാധാരണ ബസിന്റെ പെർമിറ്റ് 1988 നിയമം വരുന്നതിന് മുമ്പ് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിരുന്നു. സാധാരണ ഇതൊരു ബിസിനസ് കൂടിയാണ്. അപ്പൊ ഈ ബിസിനസ്സിലേക്ക് കയറണമെങ്കിൽ പെർമിറ്റ് വേണം. അപ്പൊ ആ പെർമിറ്റ് ലഭ്യമാകാനായിട്ട് വളരെയധികം തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് ആളുകൾ വരാനുള്ള സാധ്യതയും കുറവായിരിക്കും. പക്ഷെ 1988 മോട്ടോർ വാഹന നിയമം ചിട്ടപ്പെടുത്തിയപ്പോൾ ലിബറലൈസ്ഡ് സ്കീം ഓഫ് ഇഷ്യൂ ഓഫ് പെർമിറ്റ് ഓൺ നോൺ നാഷണലൈസ്ഡ് റൂട്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏത് നോൺ നാഷണലൈസ് റൂട്ട്, നാഷണലൈസ് ചെയ്യാത്ത റൂട്ടുകളിൽ ഏത് റൂട്ടില് എപ്പോ ആര് അപ്ലൈ ചെയ്താലും പെർമിറ്റ് കൊടുക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നെങ്കിലും അത് പരിപൂർണമായിട്ടും അതിന്റെ ആ ഒരു സാധ്യത ഉപയോഗിക്കാനായിട്ട് പൊതുജനത്തിന് പറ്റിയിട്ടില്ല പല കാരണങ്ങൾ കൊണ്ടും. ഇപ്പോഴും പെർമിറ്റുകൾ ആപ്ലിക്കേഷൻ വാങ്ങിക്കുകയും അന്വേഷണം നടത്തുകയും അത് RTA പരിഗണനയ്ക്ക് വെക്കുകയും RTA പരിഗണിച്ച് ആർക്കെങ്കിലും തർക്കമുണ്ടോ എന്നൊക്കെ എല്ലാം പരിശോധിക്കുകയും അതിനുശേഷം അതിന് അനുവാദം കൊടുക്കുകയും അതിനുശേഷം അതിന്റെ സമയ വിവര പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സമയത്തോടുകൂടി പെർമിറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംവിധാനത്തിൽ വരുമ്പോൾ നമുക്ക് സാധാരണ ഒരു ആപ്ലിക്കന്റിന് അല്ലെങ്കിൽ ഒരു ബസ് സർവീസ് നടത്തുന്ന ഒരു ഉടമയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ ഇവിടെ നമ്മളെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേജ് ഗാരേജ് പെർമിറ്റ് അല്ല എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, വളരെ അതിന്റെ മുൻകാലത്തുണ്ടായിരുന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിളോ അല്ലെ കോൺട്രാക്ട് ഗാരേജ് വെഹിക്കിൾ പെർമിറ്റുകളോ ലഭിക്കുന്നതിനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കിക്കൊണ്ടാണ് ATP 2023 വന്നിരിക്കുന്നത്. സാർ, ഇപ്പോ സ്റ്റേജ് ഗാരേജ് പെർമിറ്റുകളെയും കോൺട്രാക്ട് ഗാരേജ് പെർമിറ്റുകളെയും പറ്റി പറഞ്ഞു. അപ്പം അതിലെ രസകരമായ കാര്യം എന്ന് വെച്ചാല് ഇവിടുത്തെ ATP വിവാദമായതിനോടൊപ്പം തന്നെ സാധാരണക്കാര് പരിചിതമല്ലാത്ത ചില വാക്കുകൾ കേൾക്കാൻ തുടങ്ങി. കോൺട്രാക്ട് ഗാരേജ്, സ്റ്റേജ് ഗാരേജ്, ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ്. അപ്പോൾ സാർ, എന്താണ് ഇപ്പോ ഒരു സ്റ്റേജ് ഗാരേജ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഗാരേജ് സർവീസ് എന്താണ്? ആ പെർമിറ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അത് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രക്രിയ എന്താണെന്ന് കേൾക്കുന്നവർക്ക് വേണ്ടി സാർ. വളരെ നല്ലൊരു ചോദ്യമാണ്. അപ്പൊ ഇതിലെ 3 തരത്തിലുള്ള വാഹനങ്ങളെ പറ്റിയാണ്. എന്ന് വെച്ചാൽ പാസഞ്ചേഴ്സ് കയറി പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തോ അല്ലെങ്കിൽ വാടക കൊടുത്തോ പോകുന്ന 3 തരം വാഹനങ്ങളെ പറ്റിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തത് സ്റ്റേജ് ഗാരേജ്, രണ്ടാമത്തത് കോൺട്രാക്ട് ഗാരേജ്, മൂന്നാമത്തെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റ്. അപ്പൊ ഇതിൽ സ്റ്റേജ് ഗാരേജും കോൺട്രാക്ട് ഗാരേജും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റേജ് ഗാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓരോ സ്റ്റോപ്പിൽ നിർത്തി അവിടെ ഉള്ള ആളുകളെ കയറ്റി അവർക്ക് ആ ബസ്സിൽ തന്നെ ടിക്കറ്റ് കൊടുത്ത് അവർക്ക് പോകാനുള്ള സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് കൊടുത്ത് അങ്ങനെ ഫെയർ വാങ്ങിക്കുന്ന ഒരു സിസ്റ്റമാണ്. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന്റെ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഫെയറുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഉള്ള വളരെയധികം ചട്ടങ്ങളുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഫെയർ
ഓരോ സ്റ്റേജിനുമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോ അത് പ്രത്യേക റൂട്ടിൽ ഓടണം. അത് പ്രത്യേക സമയ വിവരം ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സമയപ്പട്ടിക കൊടുത്തിട്ടുണ്ട്. ആ സമയപ്പട്ടിക അനുസരിച്ചാൽ മാത്രമേ അത് ഓടാൻ പറ്റുള്ളൂ. ആ സമയപ്പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ട്രിപ്പുകളും അത് ഓടിയിരിക്കണം. അത് ട്രിപ്പുകൾ കൂട്ടാനോ അതിന് ട്രിപ്പുകൾ കുറക്കാനോ പറ്റില്ല. അങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് മാത്രം ഓടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് സ്റ്റേജ് ഗാരേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജ് ഗാരേജിന്റെ പെർമിറ്റ് കൊടുക്കുമ്പോൾ വളരെ പ്രധാനമായിട്ട് ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും പെർമിറ്റ് കിട്ടില്ല. പെർമിറ്റ് നോൺ നാഷണലൈസ് റൂട്ടിലോ അല്ലെങ്കിൽ ദേശസാൽകൃതമല്ലാത്ത ഭാഗങ്ങളിൽ മാത്രമേ പെർമിറ്റ് കിട്ടുള്ളൂ. അപ്പൊ ദേശസാൽകൃതമല്ലാത്ത ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ് ദേശസാൽകൃതം എന്നൊരു ചോദ്യം വരും. സൂപ്പർ ക്ലാസ് വണ്ടികളെ സംബന്ധിച്ചിടത്തോളം കേരളം മുഴുവൻ നാഷണലൈസ് ചെയ്തിരിക്കുന്നത്. അതായത് സൂപ്പർ ക്ലാസ് വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് പാസഞ്ചർ മുതൽ മുകളിലേക്കുള്ള ഡീലക്സ്, ലക്ഷറി അതുപോലത്തെ വാഹനങ്ങൾ, അങ്ങനെയുള്ള വാഹനങ്ങൾ ഓടിക്കാനുള്ള അവകാശം, അതിന്റെ കുത്തക അവകാശം KSRTCക്ക് മാത്രമായിട്ട് ഗവൺമെന്റ് ഉത്തരവിലൂടെ നടപ്പാക്കിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിന് ഇങ്ങനെ സൂപ്പർ ക്ലാസ് വണ്ടികൾ ഓടിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ 140 കിലോമീറ്ററിൽ കൂടുതൽ ഉള്ള സാധാരണ വണ്ടികൾക്കും ഓടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ, KSRTCക്ക് മാത്രം ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ടിഫിക്കേഷനും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ള 140 താഴെയുള്ള മറ്റു റൂട്ടുകളിലാണെങ്കിലും KSRTCയുടെ നാഷണലൈസേഷനുകൾ പല സ്ഥലത്തുണ്ട്. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള നാഷണലൈസേഷൻ ഉണ്ട്. മൊത്തത്തില് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കേരളത്തില് ഏകദേശം 95% നാഷണലൈസേഷനും 5% നോൺ നാഷണലൈസേഷനാണ് ഉള്ളത്. അപ്പൊ ഈ 5% നോൺ നാഷണലൈസേഷൻ ഭാഗങ്ങളിൽ മാത്രമേ സ്വകാര്യ ഉടമകൾക്ക് വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് സ്റ്റേജ് ഗാരേജ് ഓപ്പറേഷന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ സ്റ്റേജ് ഗാരേജിന് കുറെ അഡ്വാൻറ്റേജ് അതേപോലെ തന്നെ ഉണ്ട്. സ്റ്റേജ് ഗാരേജിന്റെ ടാക്സ് നിരക്ക് വളരെ കുറവാണ്. അതേസമയത്ത് കോൺട്രാക്ട് ഗാരേജിന്റെ ടാക്സ് നിരക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജ് ഗാരേജിന്റെ ഏകദേശം 5 ഇരട്ടിയോളം വരും. എന്ന് വെച്ചാൽ ഒരു വർഷം സ്റ്റേജ് ഗാരേജ് 1 ലക്ഷം രൂപയാണ് ടാക്സ് ഇനത്തിൽ കൊടുക്കുന്നതെങ്കിൽ കോൺട്രാക്ട് ഗാരേജുകൾ ഏകദേശം 4.5-5 ലക്ഷം രൂപ ടാക്സ് ഇനത്തിൽ കൊടുക്കും. പക്ഷെ AITPയുടെ കാര്യത്തിൽ വരുമ്പോൾ വീണ്ടും അതിന്റെ ഇരട്ടി ഏകദേശം 8.5-10 ലക്ഷം രൂപ വരെ ഒരു വർഷം ടാക്സ് ഇനത്തിൽ കൊടുക്കേണ്ട ഒരവസ്ഥയും കൂടിയുണ്ട്. അപ്പൊ ടാക്സ് കൂടുതൽ വാങ്ങിക്കുന്നു AITPക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ഫെസിലിറ്റീസ് കൂടുതൽ കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റേജ് ഗാരേജ് എന്ന് പറഞ്ഞാല് ആ സ്റ്റേജ് ഗാരേജ് ബസ് ഒരു റൂട്ടിൽ കൃത്യസമയത്ത് ഓടുമ്പോൾ ആ റൂട്ടിലുള്ള ആളുകൾ അതിൽ കയറുമ്പോൾ അതിന്റെ സ്റ്റേജിനനുസരിച്ചുള്ള പൈസ, അവരുടെ ടിക്കറ്റ് ഫെയർ, അത് ആ ബസ്സിൽ വെച്ച് തന്നെ ഒരു കണ്ടക്ടർ ടിക്കറ്റ് കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതാണ് സ്റ്റേജ് ഗാരേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജ് ഗാരേജിന്റെ പെർമിറ്റ് മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് 72-ൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ലഭ്യമാകുന്നത്. അതേസമയത്ത് കോൺട്രാക്ട് ഗാരേജ് സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ കോൺട്രാക്ട് ഗാരേജിന്റെ പെർമിറ്റ് എന്ന് പറയുന്നത് മോട്ടോർ വാഹന വകുപ്പില് അതിന്റെ മോട്ടോർ വാഹന നിയമത്തില് 74-ാം വകുപ്പ് അനുസരിച്ചുള്ള അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെയാണ്. സ്റ്റേജ് ഗാരേജിന് പെർമിറ്റ് എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ലിബറലൈസ്ഡ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും കോൺട്രാക്ട് ഗാരേജ് പെർമിറ്റ് എടുക്കുക എന്ന് പറയുന്നത്. എന്നാൽ AITP എന്ന് പറയുന്നത് AITP ഒരു കോൺട്രാക്ട് ഗാരേജ് തന്നെയാണ്, സ്റ്റേജ് ഗാരേജ് അല്ല ഒരിക്കലും. അതൊരു കോൺട്രാക്ട് ഗാരേജ് തന്നെയാണ്. കോൺട്രാക്ട് ഗാരേജ് ആണെങ്കിലും അത് കുറേയധികം ഒരു പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറേയധികം ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങള് അത് കേന്ദ്ര ചട്ടങ്ങൾ പ്രകാരം ചില കണ്ടീഷൻസ് എല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോഴാണ് ടൂറിസ്റ്റ് വെഹിക്കിൾ എന്നുള്ള ഒരു കാറ്റഗറി പറയുന്നത്. ഈ ടൂറിസ്റ്റ് വെഹിക്കിളിന്റെ തന്നെ കുറച്ചുകൂടി കൂടിയ ഒരു മോഡലാണ് നമുക്ക് AITP എന്ന് വേണമെങ്കിൽ പറയാം. AITPയിലേക്ക് വരുമ്പോ AITPയുടെ പെർമിറ്റ് കൊടുക്കുന്നത് ഈ പറയുന്ന മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 72 അല്ലെങ്കിൽ സെക്ഷൻ 74 പ്രകാരം അല്ല. അതിന് പ്രത്യേകം ചട്ടങ്ങള് കേന്ദ്ര ഗവൺമെന്റ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ ചട്ടപ്രകാരമാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റ് കൊടുക്കുന്നത്. അതിൽ 2023 ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റിന്റെ ചട്ടങ്ങള് വളരെ ലിബറലൈസ്ഡ് ആണ്. പൊതുവെ അതിന്റെ ഗുണഭോക്താക്കൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്പറേറ്റേഴ്സിന് വളരെ വളരെ സഹായകരമായ രീതിയിലുള്ള ചട്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ വളരെ വലിയ ടാക്സ് അവർ കൊടുക്കേണ്ടി വരും. പക്ഷെ ടാക്സ് കൊടുത്താലും ഈസ് ഓഫ് ബിസിനസ് വളരെയധികം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പൊതുവെ
ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധാനമാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 5% മാത്രം നമ്മൾക്ക് ഇവിടെ സ്റ്റേജ് ഗാരേജ് സർവീസ് നടത്താൻ സാധ്യതയുള്ള കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ബസ് ഓപ്പറേറ്റേഴ്സ് വരികയാണെങ്കിൽ, അവർക്ക് ഈ പെർമിറ്റ് രാജിന്റെ ഒരു നീരാളിപ്പിടുത്തത്തിൽ നിന്നെല്ലാം വിട്ട് നല്ല സുഖമായ രീതിയിലുള്ള ഒരു ബിസിനസ് സംവിധാനത്തിലേക്ക് അവരുടെ സർവീസ് കൊണ്ടുപോകാനായിട്ട് AITP ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. ഏകദേശം 10 ഇരട്ടിയോളം ടാക്സ് കൂടുതലാണെങ്കിൽ പോലും. സാർ, അപ്പം എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റേജ് ഗാരേജ് എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് സാധാരണ നിരക്ക് കൊടുത്ത് അവർക്ക് അതെ, സ്റ്റേജ് ഗാരേജിന്റെ നിരക്ക് എപ്പോഴും വളരെ കുറവായിരിക്കും. കാരണം സ്റ്റേജ് ഗാരേജിൽ നമുക്കൊരു 10 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ യാത്ര ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റിൽ 10 രൂപയ്ക്ക് ചാർജ് ചെയ്യാൻ കയറാൻ പറ്റുമെന്ന്. 100 രൂപയ്ക്ക് പോലും കയറാൻ പറ്റില്ല. കാരണം ഇത്രയും ഭീമമായ ടാക്സും കൊടുത്ത് വളരെയധികം കൂടുതൽ പൈസ മുടക്കിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം വെച്ച് കഴിയുമ്പോൾ ഇപ്പൊ സാധാരണ സ്റ്റേജ് ഗാരേജിന് എടുക്കുന്ന വണ്ടിയാണെങ്കിൽ ഒരു 30 ലക്ഷം അല്ലെങ്കിൽ 35 ലക്ഷം രൂപ ചെലവില് നമുക്ക് അതിന്റെ ബോഡി കിട്ടി വണ്ടി ഇറക്കാൻ പറ്റും. പക്ഷെ ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റ് പോലുള്ള ലക്ഷറി വാഹനങ്ങൾ വരുമ്പോൾ ഏകദേശം 50 ലക്ഷം രൂപ ഒക്കെ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരും. അപ്പൊ ഇങ്ങനെയുള്ള ഇത്ര ഇൻവെസ്റ്റ്മെന്റും ഇത്ര വലിയ ടാക്സും വരുമ്പോൾ അവർക്കൊന്ന് 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് 100 രൂപയ്ക്ക് പോലും ആളുകളെ നമുക്ക് കയറ്റിക്കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഏത് രീതിയിലുള്ള സർവീസിലാണെങ്കിലും അതിന്റെ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. പൈസ കുറച്ച് സൗകര്യങ്ങൾ കുറച്ച് യാത്ര ചെയ്യണമെന്ന് താല്പര്യമുള്ളവരുണ്ടാവും. പൈസ എത്ര കൂടിയാലും കുഴപ്പമില്ല, നല്ല സൗകര്യത്തിൽ യാത്ര ചെയ്യണം, AC വണ്ടിയിൽ യാത്ര ചെയ്യണം എന്നുള്ള ആളുകളൊക്കെ കാണും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകള് ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾ ആണ്. അപ്പൊ ഇവിടെ ഒരു കോമ്പറ്റീഷന്റെ ഒരു അവസ്ഥയൊന്നും വരുന്നില്ല. സാർ, എനിക്ക് തോന്നുന്നു അപ്പം AITP ശരിക്കും ഇപ്പം നിലവിലില്ലാത്ത ഒരു സപ്ലൈ മീറ്റ് ചെയ്യാനാണ് AITP കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായും നിലവിലില്ലാത്ത ഒരു സപ്ലൈ എന്ന് മാത്രമല്ല, ഈ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം നമുക്കറിയാലോ, നമ്മളിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ യാത്രാ സൗകര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യകാലത്ത് നമ്മൾ നോക്കണേ നമ്മുടെ തൊട്ടടുത്ത ഗ്രാമത്തിലേക്കൊക്കെ മാത്രമായിരിക്കും നമ്മുടെ യാത്ര. പക്ഷെ നമ്മളിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാമങ്ങൾ വിട്ട് അടുത്ത ജില്ലകളിലേക്കും അടുത്ത സംസ്ഥാനത്തിലേക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്കും നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകളായിട്ട് മാറുകയാണ്. അപ്പൊ നമ്മുടെ യാത്രയുടെ പാറ്റേൺ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതനുസരിച്ച് നമ്മുടെ ഡിമാൻഡ് വ്യത്യാസമുണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പേ ഉണ്ട് ഈ സ്റ്റേജ് ഗാരേജ്. പക്ഷെ സ്റ്റേജ് ഗാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ലിമിറ്റഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കംഫർട്ട് ലെവല്, ടൈം കൂടുതൽ കൺസ്യൂം ചെയ്യും, എല്ലാ സ്ഥലത്തും നിർത്തി ആളുകളെ എടുക്കുന്നത് കൊണ്ട്. അപ്പൊ അതേ സമയത്ത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നമുക്ക് ഇപ്പൊ റോബിൻ ബസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരേക്കാണ്. ചില ബസ്സുകൾ ഇവിടുന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന ബസ്സുകളുണ്ട്, കൽക്കട്ടയ്ക്ക് പോകുന്ന ബസ്സുകളുണ്ട് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റ്. അപ്പൊ ആളുകളുടെ ഡിമാൻഡ് അനുസരിച്ച് ഈ ഡിമാൻഡ് ഇങ്ങനെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സാർ, പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ എറണാകുളം ബാംഗ്ലൂർ റൂട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു സാർ ഇപ്പൊ പറഞ്ഞ ഒരു യാത്രാ പാറ്റേൺ നന്നായിട്ട് തന്നെ മനസ്സിലാവും. കാരണം പണ്ട് സീറ്റർ ബസ്സുകൾ മാത്രം ഉണ്ടായിരുന്ന റൂട്ടില് പിന്നീട് സെമി സ്ലീപ്പറുകൾ വന്നു, പിന്നീട് സ്ലീപ്പർ. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ സാധാരണ ഒരു ബസ്സിന്റെ കോൺട്രാക്ട് കാരേജ് ബസ്സിന്റെ സീറ്റ് ടാക്സ് കണക്ക് കൂട്ടുന്നത് ഒരു സീറ്റിനാണ് കണക്ക് കൂട്ടുന്നത്. ഒരു സീറ്റിന് ഒരു ക്വാർട്ടറിൽ എത്ര രൂപയെന്നുള്ള കണക്ക് കൂട്ടും. അത് 3000 രൂപയാണ് സാധാരണ ഒരു കോൺട്രാക്ട് കാരേജ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ വണ്ടിയുടെ. പക്ഷെ അത് സ്ലീപ്പറിലേക്ക് വരാൻ നേരത്ത് 4500 രൂപയൊക്കെയാണ് അതിന്റെ അകത്ത് വരുന്നത്. ഒരു സീറ്റിന് ഒരു ക്വാർട്ടറിൽ 50 സീറ്റ് ആണെങ്കിൽ അത്രയും കൂടുതൽ വരികയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വരുമാനം കിട്ടുന്ന അല്ലെങ്കിൽ റവന്യൂ കിട്ടുന്ന ഒരു ഇതാണ്. ഗവൺമെന്റ് അത് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു 1000 ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റ് വണ്ടി വരികയാണെങ്കിൽ ഗവൺമെന്റിന് നല്ലൊരു റവന്യൂ ഉണ്ടാവും. എന്തായാലും ഒരു 250 കോടി രൂപ ഒരു വർഷം അധിക വരുമാനം ഉണ്ടാവും. സർ, അപ്പം സർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു ദൂരയാത്ര ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കാൻ മാത്രമാണ് AITP പെർമിറ്റും AITP ബസ്സുകളും ഉള്ളത്. അപ്പം സർ, നമ്മളിപ്പം സ്റ്റേജ് ഗാരേജ് ബസ്സുകളെ പറ്റിയും പറഞ്ഞു, കോൺട്രാക്ട് കാരേജ് ബസ്സുകളെ പറ്റിയും പറഞ്ഞു, AITP ബസ്സുകളെ പറ്റിയും പറഞ്ഞു. ഇതിൽ നിന്ന് കേരളത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ കേരളം AITP എതിർക്കാനുള്ള പ്രധാന കാരണം KSRTCക്കും മറ്റ് സ്റ്റേജ് ഗാരേജ് ബസ്സുകൾക്കും ഇത് ഒരു ഭീഷണിയാവും എന്നുള്ളതാണ്. പക്ഷെ ഇതിലെ ഐറോണിക്കലായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
കേരളത്തിൽ നമുക്കിപ്പോൾ ഉള്ള ഒരു അവസ്ഥയിൽ റൂട്ട് നാഷണലൈസേഷൻ നടപ്പാക്കി കഴിഞ്ഞപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ സ്റ്റേജ് കാരേജ് ബസ്സുകൾ കാലഹരണപ്പെട്ടു പോയെന്നും അവിടെ ഉണ്ടായ ഒരു ഡിമാൻഡ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് KSRTCക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു ആരോപണം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. സാർ, അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റില് AATPക്ക് ആ ഒരു അവിടെ ഇപ്പൊ നമുക്കിപ്പൊ നിലവിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി AATPക്ക് സാധിക്കുമോ? തീർച്ചയായും പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുഗതാഗത സംവിധാനത്തിന്റെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് ബസ് തന്നെയാണ്. അപ്പൊ ഇവിടെ എത്ര ബസ് വേണം, ഈ കേരള സംസ്ഥാനത്ത് എത്ര ബസ് വേണം എന്നുള്ള ഒരു കാൽക്കുലേഷൻ ബന്ധപ്പെട്ട ആൾക്കാര് അന്വേഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പോ നമ്മൾ സാധാരണ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരു 1000 ആളുകൾക്ക് എത്ര ബസ് എന്ന് ഒരു കണക്കുണ്ട്. അപ്പൊ ആ കണക്കനുസരിച്ചാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ബസിന്റെ ഡിമാൻഡ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 3.5 കോടിയോളം ജനങ്ങളുണ്ട്. അപ്പൊ നമ്മളുടെ ഈ ബസിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാഷണൽ ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.33 for 1000 പീപ്പിൾ എന്നുള്ള ഒരു കണക്കാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ ഏകദേശം 45,000-50,000 ബസ്സുകള് നാഷണൽ ആവറേജ് ലെവലിൽ നോക്കിയാൽ തന്നെ ഇവിടെ വേണം. പക്ഷെ കേരളം എന്ന് പറഞ്ഞാൽ നാഷണൽ ആവറേജിനേക്കാളും വളരെയധികം മുന്നിട്ട് നിൽക്കേണ്ട ഒരു സംസ്ഥാനമാണ്. പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ യാത്രാ ആവശ്യങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ തൊട്ടടുത്ത കർണാടക സംസ്ഥാനത്തെ ബസിന്റെ നിലവിലുള്ള എണ്ണം എടുത്ത് നോക്കുമ്പോൾ അവിടെ ആ പറയുന്ന ഡാറ്റ അല്ലെങ്കിൽ 1000 ബസ്സിന് 3.9 ആണ്. അപ്പൊ ഇത് ആ 3.9 വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു 1.25 ലക്ഷത്തോളം ബസ്സുകൾ വേണം. നമ്മൾ അത്രയധികം പോകണ്ട. ഈ പറയുന്ന ഒരു 50,000 ബസ്സിന്റെ കണക്കിൽ നോക്കുമ്പോൾ തന്നെ ഇവിടെ എത്ര ബസ് ഉണ്ടെന്ന് നോക്കുമ്പോൾ ഏകദേശം KSRTCക്ക് ഒരു 5000 ചില്ലാനം ബസ്സുകളുണ്ട്. പക്ഷെ അത് ഓടുന്ന ബസ്സുകൾ അതിന്റെ പകുതി ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. പകുതിയോ അല്ലെങ്കിൽ ഒരു 60% ബസ്സുകൾ മാത്രമാണ് അത് ഓടുന്നത്. പിന്നെ ഉള്ളത് പ്രൈവറ്റ് സെക്ടറാണ്. പ്രൈവറ്റ് സെക്ടറിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 10-36,000 ബസ്സുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു 7,000-8,000 ബസ്സായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പൊ ഡിമാൻഡ് നമുക്ക് എങ്ങനെ ഡിമാൻഡ് ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. KSRTCക്ക് ഇന്ന് ശമ്പളം കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത സ്ഥലത്ത് ഗവൺമെന്റ് ഏകദേശം ഈ കഴിഞ്ഞ 7 വർഷത്തിനിടക്ക് 10,000 കോടി രൂപയോളം കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് ഇനിയും ബസ് മേടിക്കാനായിട്ട് 10,000-10,000 ബസ് മേടിക്കാനായിട്ട് ഇന്നത്തെ ബസിന്റെ വർദ്ധിച്ച വിലയുടെ അടിസ്ഥാനത്തിൽ കഴിയുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വകാര്യ ഇൻവെസ്റ്റേഴ്സ് അവരെ കൊണ്ട് ബസ് വാങ്ങിപ്പിച്ച് ഓടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ഇവിടെ സ്റ്റേജ് കാരേജ് ഓടിക്കാനുള്ള പരിമിതമായ ഏകദേശം 5% മാത്രം റൂട്ടുകളുള്ള സ്ഥലത്ത് അവിടെ സ്റ്റേജ് കാരേജിൽ അവർക്ക് ഓടിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും എന്ന് തോന്നുന്നില്ല. പിന്നെ അവർക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ട് കാരേജ്, ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ എന്നീ പെർമിറ്റുകൾ എടുത്ത് ഓടിക്കാമെന്ന് മാത്രമാണ്. അപ്പൊ അങ്ങനെ എടുത്ത് ഓടിക്കാനായിട്ട് ആളുകൾ വരണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുന്നത്, നിലവില് KSRTCക്കോ നിലവിലുള്ള സ്വകാര്യ സ്റ്റേജ് കാരേജ് ഓപ്പറേറ്റേഴ്സിനോ ഈ AATP സർവീസ് ഭീഷണിയാകുമോ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ളതാണ്. ഒരിക്കലും ഇല്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. കാരണം നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുകയാണെങ്കിൽ അവിടെ പാസഞ്ചർ ട്രെയിൻസ് വരും. അത് വളരെ ചെലവ് കുറഞ്ഞ സംവിധാനമാണ്. അത് പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. അതിൻ്റെ അത് കയറിയ സീറ്റൊന്നും കിട്ടൂല, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ആ പാസഞ്ചർ ട്രെയിനിൽ നിറച്ച ആളുകൾ കയറും. അത് ഷോർട്ട് ഡിസ്റ്റൻസ് പാസഞ്ചേഴ്സ് ആയിരിക്കും. അവർക്ക് ആ സംവിധാനം മതി. അതേസമയത്ത് അവിടെ ചിലപ്പോൾ എക്സ്പ്രസ് ട്രെയിൻ വരും. അത് കുറച്ചുകൂടി ചെലവുള്ളതും എന്നാൽ കുറെ കൂടി സൗകര്യങ്ങളുള്ളതായിരിക്കും. അതിലേക്ക് കയറുന്ന ആളുകളുണ്ടാവും. വന്ദേ ഭാരത് പോലെ വളരെ സൂപ്പർ ലക്ഷറി ഉള്ള ബസ് ട്രെയിനുകളും ഉണ്ട്. ഈ ട്രെയിനും അതേ സ്റ്റേഷനിൽ തന്നെ നിർത്തും. ആ ട്രെയിനിൽ കയറാനായിട്ട് വേറൊരു ക്ലാസ് ഓഫ് ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് മൂന്നും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ KSRTCയും അതേപോലെ തന്നെ ഈ സ്വകാര്യ ബസ്സുകളുടെ ഒരു യൂണിയന്റെ നേതാവും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി എന്നുള്ള കാര്യം ശരിയാണ്. KSRTC ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനായിട്ട് അവരുടെ കയ്യിൽ യാതൊരു ഡാറ്റയും ഇല്ല. ഒരു റോവിൻ ബസ് വന്നപ്പോ അവർ ചുമ്മാ ഒരു സുപ്രഭാതത്തില് അങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറയണമല്ലാതെ യാതൊരു ഡാറ്റയും അതിന് പറയുന്നില്ല. അതേപോലെ തന്നെ ആ സ്വകാര്യ ബസിന്റെ ഒരു യൂണിയൻ നേതാവ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അസോസിയേഷൻ നേതാവ് പറഞ്ഞതുപോലെ
ഈ എന്ത് ഡാറ്റ വെച്ചിട്ടാണ് അവർക്ക് നഷ്ടം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ബസ്സുകളുടെ എണ്ണം കുറയുമെന്നോ എന്ന് പറയുന്നത് അയാൾക്ക് തന്നെ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യാതൊരു ഡാറ്റയും ഇല്ല അതിന്. വെറുതെ ചുമ്മാ ഒരു വെടിപെട്ടിക്കുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാവും ഇങ്ങനെയാവും എന്ന് പറയുന്നതല്ലാതെ അതിൽ യാതൊരു അടിസ്ഥാനവും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 വർഷമെങ്കിലും ഈ സംവിധാനം മുമ്പോട്ട് പോയി അവരുടെ വരുമാനത്തിലോ അല്ലെങ്കിൽ അവരുടെ ആളുകളുടെ എണ്ണത്തിലോ കാര്യമായ കുറവുണ്ടാകുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അത് ശരിയാണെന്ന് പോലും പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഡാറ്റയും ഇല്ലാതെ ചുമ്മാ ആരോപണം ഉന്നയിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാർ, ഇപ്പം KSRTCയുടെ ഒരു കേസ് പറഞ്ഞപ്പോ നമ്മളിപ്പം റോബിൻ ബസ് പത്തനംതിട്ട കോയമ്പത്തൂർ സർവീസ് നടത്തി അത് വിജയകരമായി എന്ന് കണ്ടപ്പോഴാണെന്ന് തോന്നുന്നു നമുക്ക് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് KSRTC ഒരു നമ്മുടെ ജനറം പദ്ധതിയുടെ ഭാഗമായി കിട്ടിയ അർബൻ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ കിട്ടിയ ഒരു ബസ് പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരേക്ക് റോബിന്റെ അതേ സമയത്ത് ഇട്ടിരുന്നു. അപ്പൊ അതുമായിട്ട് ആ ഒരു സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ആ ബസ് കോയമ്പത്തൂർ വരെ പോകാനുള്ള പെർമിറ്റ് ആ ബസ്സിന് ഇല്ല എന്നും നമുക്ക് പാലക്കാട് ചെന്നിട്ട് ആ ബസ് മാറണമെന്നുമാണ്. സർ, എനിക്ക് തോന്നുന്നു ഇത് പറയുന്നതിന്റെ അടിസ്ഥാനം നമ്മളിപ്പം KSRTCയും ഇപ്പൊ തമിഴ്നാടിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ SETCയും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടാവുമല്ലോ. നമ്മൾ ഇവിടുന്ന് KSRTCയുടെ ഒരു ബസ് തമിഴ്നാട്ടിലേക്ക് ഇത്ര കിലോമീറ്റർ ഓടുവാണെങ്കിൽ SETCയുടെ ഒരു ബസ് ഇത്ര കിലോമീറ്റർ കേരളത്തിൽ ഓടുമെന്ന്. സാർ, എനിക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ആരോപണം KSRTCക്ക് എതിരെ വന്നത്. സാർ, അതിന്റെ ഒരു നമ്മള് സ്റ്റേജ് ഗാരേജ് ബസിന്റെ പെർമിറ്റുകൾ കൊടുക്കുമ്പോ ഇന്റർ സ്റ്റേറ്റ് ബസ്സുകൾക്ക് പെർമിറ്റ് കൊടുക്കുമ്പോ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ സ്വകാര്യ സ്റ്റേജ് ഗാരേജ് ഓപ്പറേറ്റേഴ്സ് വളരെ കുറവാണ്. കേരളത്തിലുള്ള അത്ര ഇല്ല. അതേപോലെ തന്നെ നമ്മള് ഇവിടെ തമിഴ്നാടിന്റെ അവരുടെ RTC ആണ് പ്രധാനമായിട്ടും അവിടുത്തെ സ്റ്റേജ് ഗാരേജിന്റെ സർവീസ് നടത്തുന്നത്. ഇവിടെ നമ്മുടെ KSRTC പോലെ തന്നെ. അപ്പോ നമ്മള് ഈ ഇന്റർ സ്റ്റേറ്റ് പെർമിറ്റുകൾ അനുവദിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ഇന്റർ സ്റ്റേറ്റ് എഗ്രിമെന്റ്, ബൈലാറ്ററൽ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പെർമിറ്റുകൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ കേരള സ്റ്റേറ്റില് ഒരു 50,000 കിലോമീറ്റർ ഓടിക്കാൻ ആയിട്ട് ഒരു പെർമിറ്റ് അവർക്ക് കൊടുത്താൽ അവരുടെ സ്റ്റേറ്റിൽ 50,000 കിലോമീറ്റർ ഓടിക്കാനായിട്ട് നമുക്കും പെർമിറ്റ് തരും എന്നുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് പെർമിറ്റ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബൈലാറ്ററൽ എഗ്രിമെന്റ് പ്രകാരമുള്ള പെർമിറ്റുകൾ ഓൾറെഡി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. ആപ്ലിക്കേഷൻ നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ബസ് പോയി കഴിഞ്ഞാൽ അതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാതെ എഗ്രിമെന്റ് ഇല്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് ഇന്റർ സ്റ്റേറ്റ് വണ്ടികൾക്ക് സ്റ്റേജ് ഗാരേജ് അടിസ്ഥാനത്തിൽ പോകാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സുപ്രഭാതത്തില് KSRTCക്ക് സ്റ്റേജ് ഗാരേജായിട്ട് പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരേക്ക് സർവീസ് നടത്താൻ പറ്റില്ല. അതേ സമയത്ത് ആ KSRTC തന്നെ ഒരു ATP പെർമിറ്റാണ് എടുക്കണമെന്ന് വിചാരിക്കും. KSRTC ഒരു കോൺട്രാക്ട് ഗാരേജ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് വെഹിക്കിൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് വെഹിക്കിളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ KSRTCക്ക് സുഖമായിട്ട് അവിടെ വരെ ഓടാം. അങ്ങനെ നമ്മുടെ ഇപ്പം KSRTC അല്ലെങ്കിൽ കർണാടക SRTC SETCക്ക് ഒക്കെ ഇങ്ങനെ ഒരു ATP പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? എന്തുകൊണ്ട് സാധിക്കൂല? നമ്മളുടെ സാധാരണ എല്ലാ ആൾക്കാർക്കുള്ള അവകാശം അവർക്കും ഉണ്ട്, KSRTCക്കും ഉണ്ട്. അതുപോലെ KSRTCയുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള ബസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് അപ്ലൈ ചെയ്തുകൂടാ? അവർക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം, അവർക്ക് ഓടിക്കുകയും ചെയ്യാം, അവർക്ക് നല്ല രീതിയിലുള്ള ഫെയർ മേടിക്കുകയും ചെയ്യാം. ഇപ്പോ അവരിപ്പോ ഒരു സാധാരണ ഒരു സൂപ്പർ ക്ലാസ് വണ്ടിയാണ് ഓടിക്കുന്നതെങ്കിൽ അവർക്ക് ഒരു ലിമിറ്റഡ് ഫെയർ അല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ആ ഫെയറിന്റെ ഇരട്ടി ഫെയർ വേണമെങ്കിൽ അവർക്ക് വാങ്ങിച്ചിട്ട് അവർക്ക് നല്ല ലാഭത്തിൽ ഈ സർവീസ് നടത്താൻ പറ്റും KSRTCനെ സംബന്ധിച്ചിടത്തോളം. സാർ, അപ്പൊ എനിക്ക് തോന്നുന്നത് സാറ് പറഞ്ഞ പോലെ KSRTC ഇതുപോലെ ഒരു ATP പെർമിറ്റ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അപ്പം ഇത്രയും ടാക്സ് അവർ അടയ്ക്കുന്ന സ്ഥിതിക്ക്, ഇത്രയും ചെലവ് അവർക്കുള്ള സ്ഥിതിക്ക് അതുപോലത്തെ ഉള്ള ഉയർന്ന ഒരു ഫീ അല്ലെങ്കിൽ ഒരു ചാർജ് തന്നെ അവർ ഈടാക്കേണ്ടി വരും. അപ്പോൾ ആൾക്കാർ അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റോബിൻ കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ മറ്റ് ATP പ്രൈവറ്റ് ബസ്സുകൾ കൊടുക്കുന്ന പോലെ ഒരു ഫെസിലിറ്റി അവർ കൊടുക്കണം, അതിനവർ ബാധ്യസ്ഥരായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാമ്പത്തിക ഭദ്രത KSRTCക്കോ അല്ലെങ്കിൽ നമ്മുടെ STUകൾക്കോ ഉണ്ടോ സർ? ഇന്ന് നമ്മളുടെ ഇവിടെ ഏറ്റവും വലിയ ഓപ്പറേറ്റർ അല്ലേ KSRTC എന്ന് പറഞ്ഞത്. KSRTCയുടെ വരുമാനത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. ഏകദേശം 220 കോടി രൂപയോളമാണ്
KSRTCക്കുള്ള ടിക്കറ്റ് വരുമാനം മാത്രം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പമ്പ സർവീസിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഉൾപ്പെടുത്തി നോക്കുമ്പോ ഒരു ദിവസത്തെ വരുമാനം 9 കോടി രൂപയാണ്. 9 കോടിയിലധികം രൂപയാണ്. അത് 10 കോടിയിലേക്ക് എത്താൻ പോകണം. അപ്പൊ ഇത്ര ഭയങ്കര വരുമാനമുള്ള ഒരു പ്രസ്ഥാനം അവർക്ക് എന്തുകൊണ്ട് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റിലേക്ക് പോകാൻ പാടില്ല എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അവര് പ്രത്യേകിച്ച് ഓരോ ദിവസവും ഒന്നും ചെയ്യാനില്ല ഇതിന്റെ അകത്ത്. ഇത് ഉണ്ടാക്കുന്ന ബസ് അല്ലെങ്കിൽ ആ ബസ്സുകള് നല്ല രീതിയിലുള്ള ബസ് ഇന്ന് പൈസ കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടും. അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് KSRTCക്ക് പൊതുവെ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് തോന്നുക. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല, എന്നാലും മിസ്മാനേജ്മെന്റ് കൊണ്ട് ചിലപ്പോ അങ്ങനെ വന്നേക്കാം. ചിലപ്പോ ഇങ്ങനെയുള്ള വലിയ വില കൂടിയ കാര്യങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഔട്ട്സോഴ്സ് ചെയ്യണം. അതിന്റെ മെയിന്റനൻസ് ഔട്ട്സോഴ്സ് ചെയ്യണം. കാര്യം വൻ തുക ഇവർക്ക് കിട്ടുകയല്ലേ. അതിന്റെ അകത്ത് ഒരു ചെറിയ ശതമാനം പുറത്തേക്കുള്ള ആളുകൾക്ക് കൊടുത്തോട്ടെ. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാമല്ലോ. ഇപ്പൊ ഇവർക്ക് ടിക്കറ്റ് വരുമാനത്തിൽ തന്നെ ഒരു ദിവസം 50,000 രൂപ കിട്ടും എന്ന് വിചാരിക്കുക. ഒരു KSRTC ബസ് ഇങ്ങനെ സാധാരണ ഓടിച്ചാൽ ATP ഓടിക്കുകയാണെങ്കിൽ അവർക്ക് അത് 1 ലക്ഷമാക്കാൻ പറ്റും. ആ 1 ലക്ഷത്തിൽ നിന്ന് ഒരു 10,000 രൂപ ആർക്കെങ്കിലും കൊടുത്താൽ എന്താ കുഴപ്പമിരിക്കണം. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ സാധ്യത KSRTCക്കാണ്. KSRTC ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്ലാനിങ്ങോടുകൂടി നല്ല ഒരു എന്താ പറഞ്ഞ ഒരു കൺട്രോൾ ടീം KSRTCക്ക് ഉണ്ടെങ്കിൽ ആത്മാർത്ഥതയോട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ KSRTCക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാര്യം KSRTCക്ക് അത്രത്തോളം സംവിധാനങ്ങളും സപ്പോർട്ടും ഉണ്ട്. മാത്രമല്ല KSRTCയുടെ സ്റ്റേജ് ഗാരേജിന്റെ ടാക്സ് അടക്കണ്ട. ഇപ്പൊ ടാക്സ് സർക്കാർ ഒഴിവാക്കി കൊടുത്തിരിക്കണേ. ആ ഇനത്തിൽ തന്നെ ഒരു ബസ്സിന് ഒരു വർഷം ഏകദേശം 5 ലക്ഷം രൂപ ലാഭം കിട്ടും. ആ ഇനത്തിൽ തന്നെ. പിന്നെ അങ്ങനെ പല രീതിയിലുള്ള ലാഭം KSRTCക്ക് ഉണ്ട്. പക്ഷെ KSRTCയുടെ മിസ്മാനേജ്മെന്റ് കൊണ്ട് അതെന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നല്ല രീതിയിൽ നല്ല തയ്യാറുള്ള നേതൃത്വം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഓൾ ഇന്ത്യ പെർമിറ്റ് എല്ലാ സ്ഥലത്തേക്കും ഓടിക്കാൻ പറ്റിയ ഒരു പ്രസ്ഥാനമാണ് KSRTC. അങ്ങനെ KSRTC അങ്ങനെ ചെയ്യട്ടെ. KSRTCയും ഒരുപാട് പ്രൈവറ്റ് ബസ്സുകളും ഈ ഒരു ATP ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ഒരു പൊതുഗതാഗതം വളരട്ടെ. KSRTCക്ക് ഇപ്പൊ ചെയ്യാനായിട്ട് വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KSRTC സ്വിഫ്റ്റ് എന്നും പറഞ്ഞിട്ട് ഒരു കമ്പനി തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഓൾ ഇന്ത്യ പെർമിറ്റ് മാത്രം ആയിട്ട് നടത്താൻ പറ്റും. പക്ഷേ ഓൾ ഇന്ത്യ പെർമിറ്റിന്റെ അകത്ത് പ്രൈവറ്റുമായിട്ട് കോമ്പറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫെസിലിറ്റീസിലാണ് ആളുകൾ നോക്കുന്നത്. ആ ഫെസിലിറ്റീസ് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റണം. അപ്പൊ KSRTCക്ക് ആ ഫെസിലിറ്റീസ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ KSRTCക്ക് അത് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും. അത് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൊടുക്കാനും പറ്റും. അപ്പൊ ആ രീതിയിലൊക്കെ ചിന്തിക്കേണ്ട കാലമായി. അല്ലാതെ ഇവിടെ വരുന്ന ഇൻവെസ്റ്റേഴ്സിനെ ഓടിച്ചു വിടാനായിട്ട് അവരുടെ മാനേജിംഗ് ഡയറക്ടറെ ഉപയോഗിച്ചിട്ട് അവരുടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള പോസ്റ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ചെയ്യുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ KSRTCയും പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സും ഒരുമിച്ച് നീങ്ങട്ടെ. അങ്ങനെ നല്ലൊരു പൊതുഗതാഗതം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. സർ, നമ്മൾ ATP ആയിട്ട് ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ATP പറ്റി പറഞ്ഞു. പക്ഷെ എന്നാലും ചില ഇപ്പം റോബിൻ ബസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഞാൻ കുറച്ച് നമുക്ക് പൊതുജനങ്ങൾക്കും ഉള്ള ഒരു ചോദ്യമായിരിക്കും, കുറച്ച് സംശയങ്ങളാണ്. സർ, ഒരു ATP ബസ്സിന് ഇന്ത്യയിൽ ഏത് റൂട്ടിൽ വേണമെങ്കിലും സർവീസ് നടത്താൻ പറ്റും. ഇപ്പം നമ്മൾ റോബിൻ ബസ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ പത്തനംതിട്ട കോയമ്പത്തൂരേക്കാണ് അവർ പെർമിറ്റ് എടുത്തേക്കുന്നതെങ്കിൽ അത് ലാഭകരമല്ല എന്ന് അവർക്ക് തോന്നുവാണെങ്കിൽ പിന്നീട് അവർക്ക് കുറച്ച് നാളിന് ശേഷം ആ പെർമിറ്റ് മാറ്റി വേറെ റൂട്ടിൽ ഓടിക്കാൻ പറ്റും. നല്ല ചോദ്യമാണ്. ATPയെ സംബന്ധിച്ചുള്ള റൂട്ടൊന്നുമില്ല. റോബിൻ ബസ് അവരുടെ സൗകര്യാർത്ഥം അവർക്ക് ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ട് അവര് റൂട്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ ഏത് സ്ഥലത്തു കൂടിയും ഓടിക്കാം. ഇന്ത്യയിലെ ഓൾ ഫിറ്റ് റോഡ്സ് ഇൻ ഇന്ത്യ എവിടെ വേണമെങ്കിലും ആ വണ്ടിക്ക് സർവീസ് നടത്താം. ഏത് സമയത്തും സർവീസ് നടത്താം. പ്രത്യേക സമയമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എങ്ങനെയൊക്കെ റൂട്ട് വ്യത്യാസപ്പെടുത്തി ഏത് രീതിയിൽ വേണമെങ്കിലും സർവീസ്, അത്ര ഫ്ലെക്സിബിലിറ്റിയാണ് അതിനുള്ളത്. സർ, എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ പലപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ബൈപ്പാസുകൾ ഉണ്ടെങ്കിലും നമ്മുടെ മെയിൻ സ്റ്റേജ് കാരേജ് ബസ്സുകൾക്കോ KSRTCക്കോ ബൈപ്പാസുകൾ ഉപയോഗിക്കാൻ പറ്റില്ല പലപ്പോഴും. കാരണം റൂട്ട് അങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട്. പിന്നെ എവിടെങ്കിലും ഒരു ബ്ലോക്കോ എല്ലാം വരുവാണെങ്കിൽ നമുക്ക് കാണാം, പലപ്പോഴും നമ്മൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ യാത്രകളിൽ നമ്മൾ പോകുന്ന ബസ്സുകൾ റൂട്ട് മാറി ഓടുന്ന കാണാം. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ATP. ATPയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക റൂട്ടിലല്ല പെർമിറ്റ് കൊടുക്കുന്നത്.
അതൊരു ഏരിയ പെർമിറ്റ് ആണ്. ഇന്ത്യയിൽ, കേരളത്തിലോ അല്ലെ ഇന്ത്യയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏരിയ പെർമിറ്റ് ആണ്. അവിടെയുള്ള ഏത് റൂട്ടിൽ വേണമെങ്കിലും ഏത് റോഡിൽ വേണമെങ്കിലും ഓടിക്കാം. സോ പിന്നീടുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ATP ബസ്സുകൾക്ക് ഡെസ്റ്റിനേഷൻ ബോർഡ് വെക്കാൻ പറ്റുമോ, എല്ലാ ബസ് സ്റ്റാൻഡുകളും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. വളരെ പ്രസക്തമായ, ഇപ്പൊ എല്ലാരും സംശയത്തോടുകൂടി നോക്കുന്ന ഒരു ഇതാണ്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ATP 2023 പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ്, പുതിയതായിട്ട് വന്ന റൂളാണെന്ന് അറിയാം. ഇതിനു മുമ്പ് പലപ്പോഴും ATP റൂൾസ് ഉണ്ട്. 93 ഉണ്ട്, 2020 ഉണ്ട്, അങ്ങനെയൊക്കെ പല സമയത്തും ഒക്കെ ഉണ്ട്. പിന്നെ ഇതുണ്ട്. പക്ഷെ ഈ ഇതിലെല്ലാത്തിലും തന്നെ ഈ ATP വാഹനത്തിന് റൂട്ട് ബോർഡ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ബോർഡ് വെക്കുന്നതിന് യാതൊരു തടസ്സവും. വെക്കണം എന്ന് നിർബന്ധമില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതായത് സ്റ്റേജ് ഗാരേജിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. സ്റ്റേജ് ഗാരേജിന്റെ ഒരു പെർമിറ്റിന്റെ പ്രധാന കണ്ടീഷനാണ് റൂട്ട് ബോർഡ് വേണമെന്നുള്ളത്. അത് സൂര്യാസ്തമയത്തിന് അരമണിക്കൂർ മുമ്പ് മുതൽ അതിൻ്റെ അകത്ത് വെളിച്ചം ഉണ്ടായിരിക്കണമെന്നൊക്കെ ഉള്ളതൊക്കെ എല്ലാം സ്റ്റേജ് ഗാരേജിന് വ്യക്തമായിട്ട് ഉറപ്പായിട്ടും വേണ്ടതാണ്. അപ്പൊ സ്റ്റേജ് ഗാരേജിന് വേണ്ട ഒരു സാധനം ഇതിൽ വേണോ വേണ്ടെന്നുള്ള ഒരു ചോദ്യമാണ് പറയണത്. ഇത് അതിന്റെ അകത്ത് നിരോധിച്ചിട്ടില്ല, വെക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതിന്റെ അകത്ത് വളരെ പ്രത്യേകിച്ച് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 128 പറയുന്നത് അങ്ങനെ ഒരു റൂട്ട് ബോർഡ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്തിരിക്കണം രാത്രി എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് റൂട്ട് ബോർഡ് വെക്കുന്നത് യാതൊരു നിയമ തടസ്സവും. പിന്നെ രണ്ടാമതൊരു ചോദ്യം എന്ന് വെച്ചാൽ അത് ബസ് സ്റ്റാൻഡുകളിൽ കയറാമോ എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെയുള്ള കോൺട്രാക്ട് ഗാരേജസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ ബസ്സുകളൊക്കെ ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റ് റൂൾസ് 2023 വരുന്നതിന് മുമ്പ് ബസ് സ്റ്റാൻഡുകളിൽ കയറാൻ പാടില്ലായിരുന്നു. ബസ് സ്റ്റാൻഡിൽ കയറാൻ പാടില്ല. അപ്പോ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ചട്ടങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 82 മുതൽ 85A വരെയുള്ള ചട്ടങ്ങൾ ഇങ്ങനെയുള്ള ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് പാലിക്കേണ്ട ചട്ടങ്ങളായിരുന്നു. പക്ഷെ ഈ പുതിയ 2023 ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റ് ചട്ടങ്ങൾ വന്നപ്പോ ഈ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളില് റൂൾ 82 മുതൽ 85A വരെയുള്ള ഭാഗങ്ങൾ ഇതിന് ബാധകമല്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വണ്ടിക്ക് അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ സ്റ്റാൻഡിൽ കയറാൻ പാടില്ല എന്നുള്ളത്. ഈ വണ്ടിക്ക് സ്റ്റാൻഡിൽ കയറുന്നതിന് യാതൊരു തടസ്സമില്ല. സർ, അതുപോലെ തന്നെ നമ്മള് ഈ ATP റോബിനായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും കേരളത്തിൽ തന്നെ ഉണ്ടായ ഒരു പ്രശ്നമായിരുന്നു. ഈ റോബിൻ ബസ് സർവീസ് ആരംഭിച്ചു കഴിയുമ്പം ഒരുപാട് പ്രാവശ്യം ബസ് തടയുന്നുണ്ട്, ഒരു പ്രാവശ്യം ചെക്കിങ് കഴിഞ്ഞ് വീണ്ടും ചെക്കിങ് വരുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ റോബിൻ ബസ്സിനെ സംരക്ഷിച്ചു പോകുന്ന ഒരു ATP പ്രൊവിഷൻ എന്താണ്? അല്ലെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അധികാരം നമ്മൾക്കുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ ഇത് ഭാവി കാലത്ത് വേറൊരു ATP ഓപ്പറേറ്റർ ഇങ്ങനെ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ അതിൽ നിന്ന് ഒരു രക്ഷ നേടാന്നുള്ളത്? അത് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെക്ക് റിപ്പോർട്ട് എഴുതുക അല്ലെങ്കിൽ ചെല്ലാൻ അടിക്കുക എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഈ പറയുന്ന ഒരു കാര്യത്തിൽ ഇപ്പൊ റോബിൻ ബസ് ചെയ്യുന്ന ഒരു കാര്യത്തിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റോബിൻ ബസ് പരിശോധിക്കാനായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉന്നതങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ അതിരാവിലെ വെളുപ്പിന് 4 മണിക്കും 5 മണിക്കും ഒക്കെ വളരെ വലിയ ഒരു ടീമായിട്ട് വന്നിട്ട് ഈ റോബിൻ ബസ്സിനെ പരിശോധിക്കുന്നത്. അപ്പൊ റോബിൻ ബസ്സിനെ പരിശോധിക്കുമ്പോ റോബിൻ ബസ്സില് അവര് പ്രധാനമായിട്ടും പരിശോധിച്ച് കണ്ടുപിടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെർമിറ്റ് വയലേഷൻ എന്നാണ്. പക്ഷെ പെർമിറ്റ് വയലേഷൻ എന്നങ്ങനെ ചുമ്മാ പറഞ്ഞാൽ പറ്റില്ല. ഏത് പെർമിറ്റിന്റെ ഏതെങ്കിലും കണ്ടീഷൻ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ വയലേറ്റ് ചെയ്തത് എന്ന് വ്യക്തമാക്കണമായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു ടീം ഓഫ് ഓഫീസ് എല്ലാ കേരളത്തിലുള്ള മുഴുവൻ ടീം, ഇപ്പൊ പുതിയത്തെ എൻഫോഴ്സ്മെന്റ് ടീമുണ്ട്, അവരെ അലർട്ട് ചെയ്തിരിക്കണം. റോബിൻ ബസ് വരുന്നു, ഇത്ര മണിക്ക് വരുന്നു, ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു, റൂട്ടിൽ കൂടി പ്രത്യേകം പോകുന്നു എന്ന് പറയുന്നു. അപ്പൊ എല്ലാ ആളുകളോടും പറഞ്ഞിട്ടുണ്ട് ഈ വാഹനം പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും ഈ വാഹനം പരിശോധിച്ച 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പത്തനംതിട്ട കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത സ്ഥലത്ത് വരുന്നു. ഇപ്പൊ നമ്മുടെ എറണാകുളം ജില്ലയിലാണെങ്കിൽ അങ്കമാലി കഴിഞ്ഞിട്ട് കറുകുറ്റിക്കുള്ളിൽ തന്നെ വിത്തിൻ 30 മിനിറ്റ്സ് ഈ വണ്ടി പരിശോധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പരിശോധനയുടെ അല്ലെങ്കിൽ നിർത്തുന്നതിന്റെ സാങ്കത്യം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം നമ്മളൊരു കുറ്റം
തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുറ്റം അത് തുടരാൻ അനുവദിക്കരുത് എന്നാണെങ്കിൽ, അല്ലെങ്കിൽ തുടരാൻ പാടില്ല എന്നാണെങ്കിൽ അവരെന്ത് ചെയ്യണം? അവര് സ്റ്റോപ്പ് ചെയ്യണം, സർവീസ് സ്റ്റോപ്പ് ചെയ്യണം അവിടെ വെച്ചിട്ട്. അല്ലെങ്കിൽ നമ്മൾ പെർമിറ്റ് ചെയ്യണ പോലെ ആവൂലേ? ഇപ്പൊ ഒരുത്തൻ നമ്മളൊരു കുറ്റകൃത്യം തുടർന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ വെള്ളം അടിച്ച് വണ്ടി ഓടിക്കണം എന്ന് പറയാം. വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുന്ന ഒരാളെ പരിശോധിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ചെക്ക് റിപ്പോർട്ടൊക്കെ എഴുതി, നിങ്ങൾ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ചെക്ക് റിപ്പോർട്ട് എഴുതി, ശരി പോയിക്കോ എന്ന് പറഞ്ഞ പോലെയാണ് തുടർച്ചയായിട്ടുള്ള പരിശോധനയുടെ റിസൾട്ട്. അപ്പൊ അതിൽ രണ്ട് കാര്യങ്ങളാണ്. വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പൊതുവെ അയാളെ വണ്ടിയുമായിട്ട് പോകാൻ അനുവദിക്കാറില്ല. അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇവർ ചെയ്തിരിക്കുന്ന കുറ്റം ഒരു വളരെ സീരിയസ് അല്ലാത്ത ഒരു കുറ്റം ചെയ്യുമ്പോഴാണ് പൊതുവെ ഇങ്ങനെ തുടരാനായിട്ട് അനുവദിക്കുന്നത്. പിന്നെ ഒരേ കുറ്റം അതിങ്ങനെ ഒരേ കുറ്റം തന്നെ പല സ്ഥലത്തും ഒരേ ദിവസം തന്നെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കോടതി മിക്കവാറും അടുത്ത് തന്നെ പറയും. കാരണം അത് കോടതിയുടെ മുമ്പിലുള്ളൊരു വിഷയമാണ്. അതിന്റെ അകത്ത് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ സാധാരണ ഒരു കാര്യം ഈ ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് അധികാരികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വാഹനം പോകുമ്പോൾ, പ്രത്യേകിച്ച് ബസ് കുറെ അധികം ആളുകൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരേ ഒരാൾ മാത്രമാണ് കുറ്റക്കാരനുള്ളൂ. ബസ്സിന്റെ ഓണർ അല്ലെങ്കിൽ ഡ്രൈവർ, ഇവരാണ് കുറ്റക്കാരുള്ളൂ. അതില് ബസ്സിലിട്ടത് കാശ് മുടക്കി ഒരു സ്ഥലത്തേക്ക് പോകാനിരിക്കുന്ന ഒരാളും കുറ്റക്കാരനല്ല. അവരുടെ സമയം ഓരോ സ്ഥലത്തും ഈ പറയുന്നത് പോലെ അരമണിക്കൂർ 1 മണിക്കൂർ പിടിച്ച് നിർത്തി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, അവരെ ഇറക്കി വിടുക എന്നുള്ളതൊന്നും ശരിയായ കാര്യമല്ല. അത് സുപ്രീം കോടതിയുടെയും വിവിധ ഹൈക്കോടതികളുടെയും ചില ഉത്തരവുകൾ അതിനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഈ ഒരു വാഹനം തടയുക എന്നുള്ളതും അത് കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളതും ഒക്കെ വളരെ സോവറിൻ ആയിട്ടുള്ള ചില പവേഴ്സ് ആണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് വളരെ വളരെ ആലോചിച്ച് വളരെ വ്യക്തമായിട്ട് മറ്റ് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജഡ്ജ്മെന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാതെ നമ്മളൊരു സാധാരണ ഒരു രീതിയിൽ നമ്മൾക്ക് അധികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതികളൊക്കെ ചിലപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് മാത്രമല്ല, ഈ വാഹനം റോബിൻ ബസിന്റെ കാര്യത്തില് വാഹനം പിടിച്ചെടുത്തിരിക്കുന്നത് സെക്ഷൻ 207 പ്രകാരമാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പൊ 207 പ്രകാരം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യണമെന്നൊക്കെ അതിൽ തന്നെ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നത് പോലെ തുടർച്ചയായ ഇന്റർസെപ്ഷൻ, തുടർച്ചയായ ബുദ്ധിമുട്ടിക്കല്, ഇതൊക്കെ ഒരു വർഷം ഏകദേശം 10 ലക്ഷം രൂപയോളം ടാക്സ് തരുന്ന നമ്മുടെ ഈ ടാക്സ് മാത്രം, റോഡ് ടാക്സ് മാത്രം, മറ്റു ടാക്സുകളൊക്കെ വേറെ, റോഡ് ടാക്സ് മാത്രം ഏകദേശം 10 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു എന്റർപ്രണറുടെ കയ്യിൽ ചെയ്യാമോ എന്നുള്ള കാര്യം ആലോചിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, നമ്മളിപ്പോ ATP പറ്റി പറയുമ്പോൾ നമ്മളിപ്പോ ATP പറ്റിയും പറഞ്ഞു, കോൺട്രാക്ട് ഗാരേജ്, സ്റ്റേജ് ഗാരേജിനൊക്കെ പറ്റി പറഞ്ഞു, അതിന്റെ ഒരു ചരിത്രത്തെ പറ്റിയും സാർ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞതാണ്. സർ, അപ്പൊ നമ്മളിപ്പം ഇപ്പോ ഉള്ള നമ്മളത്തെ ATPയും പഴയ സ്റ്റേജ് ഗാരേജ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഗാരേജിൽ നിന്ന് എന്താണ് അതിനെ വിഭിന്നമാക്കി നിർത്തുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പണ്ട് സോണൽ പെർമിറ്റുകൾ ഉണ്ടായിരുന്നു ഇന്റർസ്റ്റേറ്റ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോഴത്തെ, അതായത് 2023 മെയ് മാസത്തിൽ വന്ന ATPക്ക് ഉള്ള ഒരു വ്യത്യാസം എന്താണ്? 2023 ATP പെർമിറ്റുകളും അതുപോലെ തന്നെ അതിനു മുമ്പുള്ള ATP പെർമിറ്റുകളും അതിനു മുമ്പുള്ള സോണൽ പെർമിറ്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഗാരേജിന്റെ എക്സ്റ്റൻഷൻ ഓഫ് വാലിഡിറ്റി പെർമിറ്റ്, ഇതെല്ലാം തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ഇതിനു മുമ്പുള്ള പെർമിറ്റുകളിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര സ്റ്റേറ്റിലാണ് നമ്മൾ പോകേണ്ടത് ആ സ്റ്റേറ്റിലേക്ക് മാത്രമായിട്ട് നമുക്ക് ഓതറൈസേഷൻസ് എടുക്കാം. ആ സ്റ്റേറ്റിലേക്കുള്ള ടാക്സ് മാത്രം അടച്ചിട്ട് പോകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് സോണൽ പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പെർമിറ്റ് ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് 3 സ്റ്റേറ്റ്, മിനിമം 3 സ്റ്റേറ്റിലേക്ക് നമുക്ക് പോകാം. പക്ഷെ അപ്പോ 3 സ്റ്റേറ്റിലേക്കുള്ള ടാക്സ്, അവരുടെ ടാക്സ് അടക്കണം. പക്ഷെ ഇവിടുത്തെ ഓൾ ഇന്ത്യ പെർമിറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് 5 സ്റ്റേറ്റോ 3 സ്റ്റേറ്റോ 2 സ്റ്റേറ്റോ 1 സ്റ്റേറ്റോ എന്നുള്ളൊരു ഓപ്ഷൻ ഇത് തന്നിട്ടില്ല. അപ്പൊ ആ ടാക്സ് നമ്മൾ മുഴുവനായിട്ട് അടക്കണം. എവിടെ വേണമെങ്കിലും പോവാം, അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ പോകാതിരിക്കുകയും ചെയ്യുന്നുള്ളത് നമ്മുടെ ഇഷ്ടം. അപ്പൊ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പക്ഷെ ഓതറൈസേഷൻ ഫീസ് പ്രത്യേകമായിട്ട് അടക്കുന്നില്ല. അതിന് പകരം ഓൾ ഇന്ത്യ ലെവലിലേക്ക് ഒരു കൺസോളിഡേറ്റഡ് ടാക്സ് നമ്മൾ അടക്കുകയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് 90 ദിവസത്തേക്ക് 90,000 രൂപയാണ് ഈ വണ്ടിക്ക് അടച്ചിരിക്കുന്നത്. നമ്മുടെ റോബിൻ എന്ന് പറഞ്ഞ വണ്ടിക്ക് അടച്ചിരിക്കുന്നത് 90 ദിവസത്തേക്ക് 90,000 രൂപ അടച്ചിരിക്കുന്നു.
അപ്പൊ ഇങ്ങനെ ഉള്ള രീതിയിൽ വരുമ്പോ മുൻപ് ഉണ്ടായിരുന്ന ഒരു പ്രത്യേക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം സ്റ്റേറ്റിൽ ഒഴിച്ച് ബാക്കി സ്ഥലത്ത് ഇൻട്രാ സ്റ്റേറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കേരളത്തിലുള്ള ഒരു വണ്ടിയാണെങ്കിൽ അത് തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ആളുകളെ എടുത്ത് തമിഴ്നാട്ടിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇറക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു കോൺട്രാക്ട് കാരേജ് അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് വെഹിക്കിൾ തമിഴ്നാട്ടിലേക്കോ മറ്റേതെങ്കിലും സംസ്ഥാനത്തിലേക്കോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ പോകുന്ന ആളുകളെയുമായിട്ട് തന്നെ തിരിച്ചു വരണം. അല്ലെങ്കിൽ അവിടെ ആളുകൾ അവിടെ ഇറക്കുകയാണെങ്കിൽ അവർ കാലിയായിട്ട് തിരിച്ചു വരണം. അപ്പൊ ഇങ്ങനെയുള്ള ഇത് വരുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ എഫിഷ്യൻസിയിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല അവർക്ക്. അപ്പൊ ഇതിന്റെ ബർഡൻ ഈ പറയുന്ന യാത്രക്കാരിൽ വരും. അപ്പൊ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പൈസ ചെലവാക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെ, ഇങ്ങനെയുള്ള കണ്ടീഷൻസുകളെല്ലാം തന്നെ ഈ പുതിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റിൽ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റ് ടാക്സിനെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ വലിയ ടാക്സ് കൊടുക്കേണ്ടി വരും. പക്ഷെ എല്ലാ ദിവസവും ഓടിക്കാൻ പറ്റുമെങ്കിൽ, വിവിധ സ്ഥലങ്ങളിലേക്ക് ഡിമാൻഡ് അനുസരിച്ച് ഓടിക്കാൻ പറ്റുമെങ്കിൽ അതർക്ക് ലാഭകരമായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പൊ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. സാറ് പറഞ്ഞത് വെച്ച് നമുക്ക് ഒരു പൊതുഗതാഗത സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ യാത്രക്കാര് തന്നെയാണ്. അപ്പം യാത്രക്കാർക്ക് അവർക്ക് കിട്ടുന്ന ഒരു സൗകര്യത്തിനുള്ള ഒരു നിരക്കിൽ അവർക്ക് യാത്ര ചെയ്യാൻ. അതെ, അതല്ല നമ്മൾ എന്ത് സാധനമാണെങ്കിലും നമ്മുടെ കമ്പനി ആണെങ്കിലും ഇതൊരു ബസ്സാണ്. ആ ബസ്സിന്റെ മാക്സിമം എഫിഷ്യൻസിയിൽ യൂട്ടിലൈസ് ചെയ്യണം. ഐഡിയലായിട്ട് അത് ഓടിക്കാൻ അനുവദിക്കരുത്. ഐഡിയലായിട്ട് ഓടിക്കാൻ അനുവദിക്കുന്നത് രാഷ്ട്രത്തിന് തന്നെ നഷ്ടമാണ്. ഡീസൽ നഷ്ടമാണ്, പിന്നെ അതിന്റെ പൊല്യൂഷൻ ഉണ്ടാവും. അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ പുതിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ പെർമിറ്റിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുവന്ന ആൾക്കാരെ തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നില്ല. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാസഞ്ചേഴ്സുമായിട്ടുള്ള കോൺട്രാക്ട് എടുക്കാൻ പറ്റും. അങ്ങനെ വളരെ ലിബറലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും ഓപ്പറേറ്റേഴ്സിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. പഴയ പെർമിറ്റുകളിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഇൻഎഫിഷ്യൻസീസ് ഈ പറഞ്ഞതുപോലെ മാറ്റുകയും പോരായ്മകൾ കണ്ടെത്തി അത് പരിഹരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ. അതെ, ഇത് പരമാവധി ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനും ഉപകാരപ്രദമാകണം. അതേപോലെ തന്നെ രാജ്യ താല്പര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വണ്ടി ഇവിടുന്ന് ചെന്നൈ വരെ പോയ ഒരു വണ്ടി ചെന്നൈയിൽ നിന്ന് കാലിയായിട്ട് ഇവിടം വരെ വരുമ്പോൾ ഡീസൽ നമ്മുടെ വിദേശ നാണ്യം കൊടുത്താണ് ഡീസൽ മേടിക്കുന്നത്. ആ ഡീസൽ വെറുതെ ലോസ് ആകുകയാണ്. അത്ര ഡീസലിന്റെ പുകയും കാര്യങ്ങളും അതും ലോസ് ആകുകയാണ്. വണ്ടിയുടെ തേയ്മാനമൊക്കെ അത് വേറെ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി എഫിഷ്യൻസി കൂട്ടുകയാണ്. അപ്പൊ എഫിഷ്യൻസി കൂട്ടുമ്പോൾ അതിന്റെ ഉപഭോക്താക്കൾക്കും അത് നടത്തുന്ന ആൾക്കും ലാഭകരമായിരിക്കും. അപ്പൊ ആ രീതിയിലാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലാണ്. 853/100 ചതുരശ്ര അടി റോഡ് സാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഒരുപാട് ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. നമുക്ക് ഇടുക്കി, പത്തനംതിട്ട, വയനാട് പോലെയുള്ള ഒരുപാട് ജില്ലകളിൽ ബസ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പക്ഷേ അങ്ങനെ ഇരിക്കെ കേരളത്തിലെ പൊതുഗതാഗത മേഖലയിൽ വളരെ പ്രാധാന്യമായ ഒരു പങ്ക് വഹിച്ച സ്വകാര്യ ബസ്സുകൾക്കും KSRTCക്കും വേണ്ടത്ര ഒരു പ്രാധാന്യം കേരളത്തിൽ നൽകപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾക്ക് ഇന്നും സംശയമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇരിക്കെയാണ് ഒരു കേന്ദ്ര നയം കൊണ്ട് നമ്മൾക്ക് കേരളത്തിലെ ബസ് വ്യവസായം അല്ലെങ്കിൽ ബസ് മേഖലയെ മെച്ചപ്പെടുത്താൻ പറ്റും. ഒരു സുസ്ഥിരമായ ഒരു നാളെ വേണമെങ്കിൽ നമ്മൾക്ക് പൊതുഗതാഗതം വേണം. പൊതുഗതാഗതത്തിന് നട്ടെല്ലായ ബസ്സുകളും വേണം. അപ്പോൾ AATP കൊണ്ട് നല്ലൊരു പൊതുഗതാഗതം ഉണ്ടാവട്ടെ എന്നും സാറ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രൈവറ്റ് ഓൺട്രപ്രണേഴ്സ് വരട്ടെ എന്നും അവരും കേരളത്തിലെ KSRTCയും കോമ്പീറ്റ് ചെയ്ത് അവസാനം ജനങ്ങൾക്ക് നല്ല സർവീസ് കിട്ടണം. അതെ, ജനങ്ങൾക്ക് നല്ലൊരു സർവീസ് കിട്ടട്ടെ എന്ന് നമ്മൾക്ക് പ്രത്യാശിക്കാം. ഈ ഒരു ചർച്ചയിൽ നിന്ന് ഇത് കേൾക്കുന്നവർക്ക് AATPയെ പറ്റി നല്ലൊരു ധാരണ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ കരുതുന്നു. സാർ, നമ്മൾക്ക് വേണ്ടി ഇതിനുവേണ്ടി സമയം ചെലവഴിച്ച് ആന്റണി സാറിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. എന്നാലും ഇതിൽ ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റിയതിലും അതുപോലെ CPPR പോലുള്ള വലിയ സ്ഥാപനത്തിന്റെ ഇതിന്റെ അകത്ത് ഭാഗമാകാൻ പറ്റിയതിലും ഒക്കെ ഉള്ള നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. നമസ്കാരം.